ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന സീരീസിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണിത്. അപ്പോൾ എൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്ന മറ്റ് വീഡിയോസിനെക്കാട്ടി എത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഈ ഒരു വീഡിയോ. കാരണം നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്താണ് കാരണം, ഈ ഒരു സീരീസിൽ ഞാൻ എന്താണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്, ആൻഡ് ഇതിൽ നിന്ന് ഈ ഒരു ഫോറക്സ് ട്രേഡിൽ നിന്ന് ഞാൻ ട്രേഡെല്ലാം എടുത്തിട്ട് എന്തെങ്കിലും പ്രോഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുപോലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എന്താണ് ഫോറക്സ് മാർക്കറ്റ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരികയല്ല ചെയ്യുന്നത്. ഓക്കെ, അതായത് നിങ്ങളെ പഠിപ്പിച്ച് തരേണ്ട ആ ഒരു ലെവലിലോട്ടൊന്നും ഞാൻ ഒരിക്കലും തന്നെ എത്തിയിട്ടൊന്നുമില്ല. ഞാൻ സ്വാഭാവികമായിട്ടും ഈ ഒരു ക്രോമിലും മറ്റ് PDF കാര്യങ്ങളെല്ലാം കണ്ട് വായിച്ച് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആ ഒരു ഇൻഫർമേഷനെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നു എന്നുപോലുള്ള കാര്യം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾ പഠിപ്പിക്കുന്ന ആ ഒരു ലെവലിലൊന്നും ഞാൻ തീർച്ചയായിട്ടും എത്തിയിട്ടില്ല. എന്നിട്ട് ഞാൻ ട്രേഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതുവരെയ്ക്ക് പ്രോഫിറ്റും ജനറേറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ ലോസും കാര്യങ്ങളൊന്നും ജനറേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഇതുവരെയ്ക്ക് പൈസയൊന്നും ഇട്ടിട്ട് ഇതിലോട്ടൊന്നും ട്രേഡ് ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണേണ്ട ഒരു ആവശ്യം? ഇപ്പം നിങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ മറ്റ് യൂട്യൂബ് ചാനലെല്ലാം നോക്കുമ്പോൾ അതിൽ ഈ ഒരു ക്യാൻഡിൽ വരും, അപ്പോൾ ഇതൊരു ബൈയിങ് സിഗ്നലാണ്, മറ്റേ ക്യാൻഡിൽ വരുമ്പോൾ അത് സെല്ലിങ് സിഗ്നലാണ്, ഈ ഒരു പാറ്റേൺ, ആ ഒരു പാറ്റേൺ, ആ ഇൻഡിക്കേറ്റർ, ഈ ഇൻഡിക്കേറ്റർ എന്നുപോലുള്ള കുറച്ച് ടെക്നിക്കൽ അനാലിസിസിൻ്റെ വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനലെല്ലാം നിങ്ങൾക്ക് കുറേ അവൈലബിൾ തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് മാത്രം ഫുള്ളായിട്ട് പഠിച്ചിട്ടും നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് മാത്രമായിരിക്കും കൂടുതലായിട്ടും വരുന്നുണ്ടാവുക. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു സ്റ്റോക്ക് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഫോറക്സ് നോക്കുകയാണെങ്കിലും അത് എന്താണെന്നുള്ള കാര്യം ഫുള്ളായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ എന്ന് കുറച്ച് വലിയ വലിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോറക്സ് മാർക്കറ്റ് എന്താണെന്നുള്ളത് പഠിക്കാനായിട്ട് തീരുമാനിച്ചത്. അതിന് കുറേ PDF സൈറ്റെല്ലാം വായിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. തലേ ദിവസം പഠിച്ച കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പ്രസൻറ്റ് ആക്കിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം മാത്രമാണ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് നമ്മുടെ സീരീസിൻ്റെ അജണ്ട മനസ്സിലായിട്ടുണ്ട്. നമ്മളിവിടെ ഒരിക്കലും തന്നെ ഫോറക്സ് ട്രേഡിംഗ് എന്താണെന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്, പക്ഷേ ഫോറക്സ് മാർക്കറ്റ് എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു യൂട്യൂബിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ബിഗിനറാണ്. അതായത് എനിക്കിപ്പോൾ വലിയ ബാക്ക്ഗ്രൗണ്ട്, വലിയ സെറ്റപ്പൊന്നുമില്ല, മൈക്രോഫോൺ കാര്യങ്ങളൊന്നും ഇതുവരെയൊന്നും ആയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു നിലയ്ക്കാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഓക്കെ, സോ അതൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ.